ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 3യുടെ സിലബസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ വരിക, അതിൽ എത്ര മാർക്കിന്റെ ആയിരിക്കും, ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൽ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 3 എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ വരുന്നത് എന്താണ്, ബി എഡ് വിത്ത് നമ്മുടെ ഡിഗ്രി അല്ലെ, അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള ഡിഗ്രിയും ബി എഡും ഉള്ളവർക്കാണ് കാറ്റഗറി 3യുടെ ആ ഒരു സബ്ജക്ട് എഴുതാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ ഏത് ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ വരാം, എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മളെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കും. അതോടൊപ്പം ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ കാറ്ററ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ കാറ്ററ്റ് നമുക്കിനി കൂടിയേ തീരൂ. അപ്പൊ ഈ സമയപരിമിതിയോടുകൂടെ തന്നെ കാറ്ററ്റിന് വേണ്ടി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്കോടുകൂടെ തന്നെ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കാറ്ററ്റ് കാറ്റഗറി 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ നമ്പർ 1 റിസൾട്ടിൽ നിൽക്കുന്ന എയിം സ്റ്റഡി സെന്റർ ആണ് നിങ്ങളെ കാറ്ററ്റിനുള്ള സമഗ്രമായി തയ്യാറാക്കുന്നത്. അപ്പൊ മറക്കണ്ട, ഏറ്റവും വലിയ റിസൾട്ടിന്റെ ഭാഗമാകാൻ ഇനി നിങ്ങളും തയ്യാറായിക്കൊള്ളൂ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ കോമൺ പേപ്പർ നമ്മൾ നോക്കി അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്താണ്, നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അതിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? അതിൽ നമ്മുടെ മെയിൻ പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് വരുന്ന നമ്മളുടെ സബ്ജക്ട് പാർട്ടിൽ നിന്നുള്ള 50 ചോദ്യങ്ങളും അതേപോലെ തന്നെ പെഡഗോജിക്കൽ സെഷനിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ആ നമ്മളുടെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മുടെ പരീക്ഷകളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ മാത്തമാറ്റിക്സിൽ നിന്നും ശരിക്കും ആദ്യം തന്നെ എന്താണ്, based on the topics prescribed for the 8 to 10 in Kerala state syllabus for mathematics, but some problems may have higher links to extension to the concept ഗ്രാജുവേറ്റ് ലെവൽ എന്ന് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതായത് പരീക്ഷ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാറ്റഗറി 3 അധ്യാപകർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിൽ നിന്നും ഗ്രാജുവേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അവർ ആദ്യമേ പറയുന്നത് കേട്ടോ. അവർ ഡിസ്ക്ലെയിമർ വെച്ച പോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടന്റ് നോക്കിയാലോ. കണ്ടന്റിൽ നിന്ന് നമുക്ക് എത്ര വരുന്നുണ്ട്, 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ അതിൽ അരിത്തമെറ്റിക് വരുന്നുണ്ട് അല്ലെ. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ നമ്പർ സിസ്റ്റംസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്, അതേപോലെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്, ഡെസിമൽ റെപ്രസെന്റേഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്, ജോമെട്രിക്കൽ സീക്വൻസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രഷൻസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ആൽജിബ്രായിക് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏതൊക്കെയാണ്, ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ബേസിക് ഓപ്പറേഷൻസ് ഇൻ പോളിനോമിയൽസ്, റിമൈൻഡർ തിയറം, ബൈനോമിയൽ തിയറം നിർബന്ധമായി ഒന്ന് നോക്കി വെച്ചിരിക്കുക, ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. ദെൻ നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ സെഷനിൽ നിന്നും സിമിലർ ട്രയാങ്കിൾസ്, ട്രിഗ്നോമെട്രിക് മെഷേഴ്സ്, ദെൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രോബ്ലംസ് വരുന്നുണ്ട്. സൈന്, കോസ്, ടാന്, ഓക്കെ, റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷേഴ്സ്, ഇതിന്റെ കൺവേർഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട തിയറിയിൽ നിന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ദെൻ ജോമെട്രി ഭാഗം വരുമ്പോൾ സർക്കിൾസ്, അതിന്റെ സെൻട്രൽ ആംഗിൾ തിയറം വരുന്നുണ്ട്, സെയിം സെഗ്മെന്റ് വരുന്നുണ്ട്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്, ദെൻ എന്താണ് ടാൻജന്റ് ആൻഡ് കോഡ് വരുന്നുണ്ട്, പെരിമീറ്റർ, ഏരിയ, ലെങ്ത് ഓഫ് ദി ആർക്ക്, അതേപോലെ തന്നെ സോളിഡ് നമ്മുടെ ഷേപ്സ് ഉണ്ടല്ലോ, ക്യൂബ്, പിരമിഡ്, പ്രിസംസ്, അങ്ങനെയുള്ള അതിന്റെ എല്ലാം വോളിയം, സർഫസ് ഏരിയ കാര്യങ്ങൾ, സിലിണ്ടർ, കോണ്, സ്പിയർ കാര്യങ്ങളുടെ. ദെൻ കോർഡിനേറ്റ് ജോമെട്രിയുടെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്ലോപ്പും, ഇക്വേഷൻ ഓഫ് ലൈന്, ഇക്വേഷൻ ഓഫ് പാരലൽ ലൈൻസ്, പെർപെൻഡിക്കുലർ ലൈൻസ്, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾസ്, കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നും അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ കോണിക് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ദെൻ ഗ്രാഫ് ഓഫ് ദി എലമെന്ററി ഫങ്ഷൻസ് ഓഫ് ദി പോളിനോമിയൽസും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയുടെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ക്ലാസിഫിക്കേഷനും ടാബുലേഷൻ ഓഫ് ദ ഡാറ്റയും നമ്മുടെ മീൻ മീഡിയം മോഡ് ഡിസ്പേർഷൻ, ഇത്രയും ഭാഗങ്ങൾ എന്താണെങ്കിൽ വരും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് ഐഡിയ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പെഡഗോജി സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വരുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. ദെൻ പെഡഗോജി സെക്ഷൻ എടുക്കുമ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. അതിൽ മീനിങ്, ലാംഗ്വേജ് ക്യാരക്ടറിസ്റ്റിക്സ്, സിഗ്നിഫിക്കൻസ്, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി, കരിക്കുലർ കൺസിഡറേഷൻസ് ആൻഡ് സൈക്കോളജിക്കൽ കൺസിഡറേഷൻസ്. ദെൻ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഇൻ മാത്തമാറ്റിക്സ്, അതിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഇൻ മാത്തമാറ്റിക്സ്, എമിനന്റ് മാത്തമാറ്റീഷ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. അതില് പ്രശസ്തമായ ബുക്കുകൾ, അവർക്ക് കിട്ടിയ അവാർഡുകൾ, ഇതെല്ലാം നോക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ ലാംഗ്വേജ്, നമ്മുടെ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ലേണിംഗ് ടെക്നിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നിർബന്ധമായും നോക്കി വെച്ചിരിക്കുക. ദെൻ സെക്കൻഡറി സ്കൂൾ കരിക്കുലവുമായി ബന്ധപ്പെട്ടിട്ട് aims and objectives of learning mathematics at the secondary school level, then values of teaching mathematics, planning of teaching different stages. Okay, പിന്നെ correlation എന്താണെങ്കിലും ചോദിക്കാറുണ്ട്. Then approaches to mathematical learning, importance of constructivist learning, concept of learning to learn, അതേപോലെ കോൺട്രൈസേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് യൂസിങ് ദി ലേണിംഗ് എയ്ഡ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ്. ദെൻ തിയറിറ്റിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്, അത് നിർബന്ധമായി നോക്കുക. അതായത് ലേണിംഗ് തിയറീസ് ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദീസ് ഇൻ ടീച്ചിങ് ദി മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ICT-യിലുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. ദെൻ മോഡേൺ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? നമ്മുടെ പ്രൊജക്ട്, സെമിനാർ, ഫീൽഡ് ട്രിപ്പ്, ഡിബേറ്റ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, അനലിറ്റിക്കൽ മെത്തേഡ്, സിന്തറ്റിക് മെത്തേഡ്, ലബോറട്ടറി മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഇത്രയും മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു 2 എണ്ണമെങ്കിലും നിർബന്ധമായും ചോദിക്കും. അതേപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, വർക്ക് ബുക്ക്, ക്വാളിറ്റി ഓഫ് എ ഗുഡ് മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും ചോദ്യം വരുന്ന ഒരു മേഖല തന്നെയാണ്. ദെൻ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ മാത്തമാറ്റിക്കൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ലബോറട്ടറി, അതേപോലെ ലൈബ്രറി, മാത്സ് ഫെയർ. ദെൻ നമ്മുടെ ഇവാലുവേഷൻ ടെക്നിക്സിൽ CCE, കോണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻഷീവ് ഇവാലുവേഷൻ, ഗ്രേഡിംഗ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതേപോലെ തന്നെ റെമഡിയേഷൻ, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാത്സിൽ നിന്നും വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലിപ്പോ എടുത്തു പറയേണ്ടത് ഏതൊക്കെയാണ്? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനോടൊപ്പം തന്നെ മാത്തമാറ്റീഷ്യൻസ്, അവർക്ക് കിട്ടിയ അവാർഡുകൾ, അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, മാത്സ് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജിയോജിബ്ര പോലെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും അതുപോലെയുള്ള നമ്മുടെ എന്താണ് ജോമെട്രി ഒക്കെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, അതേപോലെ ആപ്ലിക്കേഷനുകളുടെ മാത്ത് ലാബ് ഒക്കെ പോലെയുള്ള എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷനുകളുടെ പേരുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാത്സിന്റെ സെക്ഷൻ വരുന്നത്. അപ്പൊ ഇത്രയും സെക്ഷനിൽ തന്നെ നമുക്ക് അറിയാം, നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ കോമൺ പേപ്പറിൽ നിന്നും 70ഉം നമ്മുടെ മാത്സിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് 80ഉം, ടോട്ടൽ 180 മാർക്കിന്റെ പരീക്ഷയാണ്. ഒരു കൃത്യമായ ഗൈഡൻസോടുകൂടി ഫോക്കസ് ഏരിയ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ 90% മാർക്ക് അല്ലെങ്കിൽ 90 മാർക്കിലധികം നമുക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഗൈഡൻസോട് കൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററിൽ ഇതാ കാഡറ്റിന്റെ പുതിയ ബാച്ചുകൾ, കാഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അപ്ഡേഷൻസും പുതിയ വീഡിയോസും ഉടൻ തന്നെ വാട്സാപ്പിലൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്